അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈറ്റിൽ 3 ബാത്റൂമുണ്ട്. 3 ബാത്റൂമിൻ്റെ അകത്തുള്ള വർക്കെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന ലൈനില്ലേ, ഈ ഡ്രെയിനേജ് ലൈന്, വേസ്റ്റ് ലൈനും ഇതിനെല്ലാം നമ്മൾ ഷെയ്ഡ് പൊട്ടിച്ച് എയർ ലൈന് കയറ്റണം. അതേപോലെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ലൈൻ വർക്കാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന നമ്മൾ 4 ലൈനിനും ഇതുപോലെ 2 ലൈനിനും നമ്മൾ ഡോട്ട് ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ ഈ ഷെയ്ഡ് പൊട്ടിക്കുന്നത്, അതുപോലെ ഈ മുകളിലത്തെ ഷെയ്ഡ് പൊട്ടിച്ചാണ് നമ്മൾ എയർ വയ്ക്കുന്നത്. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഈ കാണുമ്പോൾ ഹോൾസ് എല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ 2 കമ്പിയുണ്ട്, കമ്പിയും കട്ട് ചെയ്യണം. അതുപോലെ പൈപ്പിനെ നമ്മൾ ജമ്മിന് വെട്ടം വെച്ചൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഡോർട്ടി ഒട്ടിക്കാൻ പോവുകയാണ്. ഡോർട്ടി വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് ഷൂ ടൈപ്പ് ഡോർട്ടിയാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സോക്കറ്റാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ നമ്മൾ നല്ല മട്ടത്തിന് ഒട്ടിച്ചിട്ട് ഡോർട്ടി. ഇനി സൈഡ് നമ്മൾ അടച്ചതിന് ശേഷമാണ് 2 ഇഞ്ചിൻ്റെ ഡോർട്ടി ഒട്ടിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മച്ചാമാരെ നമ്മൾ വാട്ടർ ലൈനിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്ത ലൈനൊക്കെ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വരുന്ന 4 ഇഞ്ച് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ബാത്റൂമാണ്. ആ 4 ഇഞ്ചിന് നമ്മൾ ഡോർട്ടി ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 ഇഞ്ചിന് നമ്മൾ ഡോർട്ടി ഇട്ട് 2 നമ്മൾ എയർ എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിൽ കാണുന്ന ഹോളെല്ലാം നമ്മൾ കൈയ്യോടനെ ചാന്നിട്ട് അടച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ കാണുന്നത് നമ്മുടെ വാട്ടർ ലൈനാണ്. ഇപ്പോൾ ഇത്തരം വാൽവ് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയിരിക്കാം. കാരണം ഇത് 1.5 ഇഞ്ച് നമ്മുടെ മെയിൻ ലൈനാണ്, ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന മെയിൻ ലൈന്. ഇത് 1 ഇഞ്ച് നമ്മുടെ പമ്പ് ലൈനാണ്. ഈ 3/4 ഇഞ്ചെന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്റ്റ് ലൈനാണ്, നമ്മൾ ടാങ്കിലേക്ക് വെള്ളം കയറുന്ന ലൈനാണ്. അപ്പോൾ ഈ 2 3/4 ഇഞ്ചെന്ന് വെച്ചാൽ മുകളിലത്തെ ഓരോ ബാത്റൂമിൻ്റെ വാട്ടർ ലൈനിൻ്റെ കൺട്രോളിങ് വാൽവാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓർഡർ അനുസരിച്ച് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് വാൽവ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് വരുമ്പോൾ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ബാത്റൂമിൻ്റെ വാട്ടർ ലൈനാണ് വാൽവ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എല്ലാം നമ്മൾ ഓരോ ക്ലിപ്പ് ഇങ്ങനെ ഗ്യാപ്പിട്ടാണ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കാണിച്ചു തരാം. നമ്മുടെ അകത്ത് നമുക്ക് വരുന്നതെല്ലാം CPC പൈപ്പാണ് വരുന്നത്. അപ്പോൾ CPC കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറക്കുമ്പോൾ മാത്രം PVC ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ വന്ന് നിൽക്കുന്ന ബെൻഡാണെങ്കിൽ നമ്മുടെ ടാങ്കിൻ്റെ ഓവർഫ്ലോ പൈപ്പാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ ഈ കാണുന്ന 4 ഇഞ്ച് 2 ഇഞ്ച് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ തന്നെ ഒരു ബാത്റൂമിൻ്റെ തന്നെ ഡ്രെയിനേജ് വേസ്റ്റ് ലൈനുമാണ്. അത് നമ്മൾ ഈ കാണുമ്പോൾ എയർ ലൈനെല്ലാം ഇട്ട് 2 സെപ്പറേറ്റ് എയർ ലൈനെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ഇഞ്ചിന് വെച്ചിട്ടുള്ള എൽബോ എന്ന് വെച്ചാൽ അത് നമ്മളെ ഡ്രോപ്പ് വാട്ടറിൻ്റെ ലൈനാണ്. അത് നമ്മൾ മുകളിൽ 2 ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ മെയിൻ തട്ടിലെ മഴവെള്ളമാണ്. മഴവെള്ളത്തിന് നമ്മൾ ഇതുപോലെ 4-5 പൈപ്പാണ് ഇറക്കിയിട്ടുള്ളത്. അത് വരുമ്പോൾ നമ്മൾ ഈ ഷെയ്ഡിലത്തെ ഒരു മഴവെള്ളം കൂടെ ഉണ്ട്, അതുകൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ലൈൻ വർക്കാണ് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.